നമസ്കാരം, 4TK ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭ പുനർനിർണയവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളാണ് രാജ്യത്തിനകത്ത് ആളിക്കത്തുന്നത്. BJPക്ക് അനുകൂലമാവുന്ന രീതിയിലുള്ള ഒരു പുനർനിർണയത്തിനാണ് മോദി ഗവൺമെന്റ് ചുവടുവെക്കാനിരിക്കുന്നത്. അതിനിടെ ലോക്സഭാ മണ്ഡലം പുനർനിർണയം സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. തമിഴ്നാട് ഉൾപ്പെടെ ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിനും പാർലമെന്ററി പ്രാതിനിധ്യത്തിൽ കുറവ് ഉണ്ടാക്കില്ലെന്നാണ് അമിത്ഷാ വാദിക്കുന്നത്. ഈ പ്രസ്താവനയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് മറ്റൊരു ട്വിസ്റ്റാണ്. അമിത്ഷാ പറഞ്ഞതുപോലെ 15 സീറ്റുകൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വർദ്ധിക്കും. പക്ഷെ ട്വിസ്റ്റ് അതൊന്നുമല്ല. 200ഓളം കൂടുതൽ സീറ്റുകളാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതേസമയം വർദ്ധിക്കാൻ പോകുന്നത്. അവിടെയാണ് യഥാർത്ഥ അപകടം വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ തമിഴ്നാടിന്റെയും അതുപോലെ തന്നെ കർണാടകയിലെയും മുഖ്യമന്ത്രിമാർ ഇടപെടുന്നതും. അമിത്ഷായുടെ പ്രസ്താവന വിശ്വസനീയമല്ല എന്ന് തന്നെയാണ് കർണാടകയുടെ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. ഇതോടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അവകാശവാദം 8 നിലയിൽ പൊട്ടുകയാണ്. കർണാടക, തെലുങ്കാന, തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ് എന്നിവ ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ഇത് പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിലുള്ള മനഃപൂർവമായ ഉദ്ദേശവും ഇതിനു പുറകിലുണ്ട്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് അതിർത്തി നിർണയം നടത്താൻ നിലവിൽ ചർച്ച നടത്തുന്നത്. കേന്ദ്ര സർക്കാർ ജനസംഖ്യ അടിസ്ഥാനമാക്കി പാർലമെന്റ് മണ്ഡലങ്ങൾ കുറയ്ക്കാൻ നീങ്ങുകയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ വർദ്ധിച്ചതിനാൽ അവിടെയുള്ള മണ്ഡലങ്ങൾ കൂടുകയും അതേസമയം ജനസംഖ്യ നിയന്ത്രിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളെ ഇത് ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. ഇത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ നേരിടുന്ന വലിയ പ്രതിസന്ധിയാണെന്നാണ് സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ 50 വർഷക്കാലങ്ങളായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ജനസംഖ്യാ വളർച്ച ഫലപ്രദമായി നിയന്ത്രിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ഈ സംസ്ഥാനങ്ങൾ വികസനത്തിൽ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ എടുത്തു പറയുകയാണെങ്കിൽ അവിടേക്ക് വൻ ജനസംഖ്യ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അവരുടെ വികസനത്തെ തന്നെ മോശമായ രീതിയിൽ അതേസമയം ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സിദ്ധരാമയ്യ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരത്തിലൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഇത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കുറയ്ക്കുമെന്നാണ് സംസ്ഥാനങ്ങൾ ആരോപിക്കുന്നത്. ഇതിന് പിന്നിൽ മറ്റൊരു രാഷ്ട്രീയ കളി കൂടിയുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം BJPയെ ചെറുത്തു നിൽക്കുന്നതിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മുന്നിൽ തന്നെയാണ്. ഈ സംസ്ഥാനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഒരു നീക്കം തന്നെയായി ഇതിനെ സംശയിക്കേണ്ടതുണ്ട്. ഇതോടെ പാർലമെന്റിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ശബ്ദങ്ങൾ കൂടുതൽ നിശബ്ദമാക്കാൻ സാധിക്കുമെന്നാണ് മോദി കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഏത് വിധയും ചെറുക്കാനുള്ള പോരാട്ടത്തിൽ തന്നെയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നതിൽ സംശയമൊന്നുമില്ല.